സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ മന്നയുടെ എപ്പിസോഡിൽ നമ്മൾ കടന്നു പോകുന്നത് വളരെ പ്രശസ്തനായ ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, ക്രിസ്ത്യൻ ഭക്തിഗാന രംഗത്ത് ഒരുപിടി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ സംഭാവന ചെയ്ത ബഹുമാനപ്പെട്ട ബിനോജ് മുളവരിക്കൽ അച്ഛൻ്റെ ഗാനങ്ങളിലൂടെയാണ്. സുമി, ബിനോജ് അച്ഛൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ, അച്ഛൻ്റെ പാട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഏതെങ്കിലും ഗാനമുണ്ടോ? ഉണ്ട്. ക്രൂശിതനേ എന്ന് പറയുന്നത്. ക്രൂശിതനേ ഉദ്ധിതനേ, ക്രൂശിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. ഒത്തിരി നല്ല ഗാനം. അച്ഛനോട് ഈ ഗാനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത്, ഇതിൻ്റെ ആദ്യത്തെ വരികൾ അച്ഛന് കിട്ടിയത് അച്ഛൻ ചിറ്റൂരായ സമയത്ത് മലയാറ്റൂർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെന്നാണ് പറഞ്ഞത്. ഒത്തിരി അർത്ഥമുള്ള ഗാനമാണത്. അർത്ഥം മാത്രമല്ല, ആ പാട്ടിൻ്റെ ഓരോ വരികളിലും ദൈവത്തിൻ്റെ ഒരു വലിയ അഭിഷേകമുണ്ട്. ആ പാട്ട് കേൾക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു അഭിഷേകം നമ്മളിലേക്ക് നിറയുന്നത് നമുക്ക് കാണാം. ഈ ഗാനം ആലപിക്കാൻ പോകുന്ന സുമിയല്ലേ? അതെ, ഞാൻ തന്നെയാണ്. നമുക്ക് സുമിയുടെ സ്വരത്തിലൂടെ അച്ഛൻ്റെ ഈ സൂപ്പർ ഹിറ്റായ ഈ ഗാനം നമുക്ക് കേൾക്കാം. ഈശോയെ നീ എന്നിൽ വാഴ
ക്രൂശിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. കയ്യെത്താ ദൂരത്തിൻ സ്വപ്നങ്ങൾ നിൽക്കുമ്പോൾ വാങ്ങിത്തരാൻ വരുമോ? കല്ലേറു ദൂരം ഞാൻ രക്തം വിയർക്കുമ്പോൾ മാലാഖമാർ വരുമോ? ചിരിക്കാൻ കാരണം ചിതയുമ്പോൾ, ജീവിക്കാൻ കാരണം തിരയുമ്പോൾ, തോളത്തു മയങ്ങിയോർ മറക്കുമ്പോൾ, തോലിയുരിയുമ്പോൾ പഴിക്കുമ്പോൾ, നിൻ ചിരിക്കും മുഖവും വിരിച്ച കരവും മറക്കാൻ പറഞ്ഞുവെല്ലാം. രക്തം വിയർത്ത മുഖവും മുറിഞ്ഞ ശിരസും ക്ഷമിക്കാൻ പറഞ്ഞുവെല്ലാം. ക്രൂശിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. ക്രൂശിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. ഈശോയെ നിൻ രൂപം കാണുമ്പോഴെൻ മുഖം ശോഭിതമാകും. ഈശോയെ നീ എന്നിൽ വാഴുമ്പോഴെന്നുള്ളം സ്വർഗമായി തീരും. ആ ആ ആ ആ പ്രിയമുള്ളവരെ, നമ്മൾ സുമിയുടെ സ്വരത്തിൽ അച്ഛൻ്റെ പ്രശസ്തമായ ഗാനം നമ്മൾ കേട്ടു. ഇനി നമ്മൾ കടന്നു പോകുന്നത് എന്തൊരത്ഭുതമാ ആ ഗാനത്തിലൂടെയാണ്. നമുക്കറിയാം അല്ലേ, ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞാലെങ്കിൽ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ഭയങ്കര നല്ലൊരു അനുഭവം തരുന്ന ഒരു പാട്ടാണ് അച്ഛൻ്റെ എന്തൊരു അത്ഭുതമാ. അപ്പോൾ അച്ഛനോട് ഈ ഗാനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് അച്ഛൻ ചിറ്റൂരായിരുന്നപ്പോൾ എഴുതിയ ഗാനമാണിത്. ഈ ഗാനത്തിൻ്റെ ഓരോ വരികളിലും അഭിഷേകത്തെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ചിറ്റൂരിലെ ആരാധനാ ചാപ്പലിൽ ഇരുന്നുകൊണ്ട് അച്ഛൻ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമായിരുന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഈ ഗാനം കേട്ടിട്ട് ദിവ്യബലിയിൽ പങ്കുകൊണ്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു അനുഭവമായിരിക്കും. തീർച്ചയായിട്ടും ഈശോയെ ഉൾക്കൊണ്ട് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഗാനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. നമുക്ക് വേണ്ടി ഈ ഗാനം ഇവിടെ ആലപിക്കുന്നത് സിംസനാണ്.
നമ്മൾ ഇപ്പോൾ ദിവ്യകാരണത്തെക്കുറിച്ചുള്ള ആ ഗാനം നമ്മൾ കേട്ടു. അതുപോലെ അച്ഛൻ്റെ ഒരു ഗസലുണ്ട്, കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഒരു ഏകാഗിയാം. അത് ശ്രീനിവാസ പാടിയൊരു ഗാനമാണത്. ഒത്തിരി ഒത്തിരി ടച്ചിങ് ആയി പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ ചില സമയത്ത് നമ്മൾ പറയും ചില പാട്ടുകളൊക്കെ വളരെ ഹോണ്ടിങ് ആയിട്ട് തോന്നുന്നു. ഈ പാട്ടിൻ്റെ പ്രത്യേകിച്ച് ഒരു പോർഷൻ, കരുണ തോന്നണേ ദൈവമേ കരം പിടിച്ച് നമുക്ക് സൗഖ്യം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മളെ ആ രണ്ട് വാക്കുകൾ കൊണ്ടുപോകുന്നത്. ശരിക്കും പല പല പ്രാർത്ഥനാ ശുശ്രൂഷകളിലും കേട്ടിട്ടുണ്ട് ഈ ഒരു പോർഷൻ മാത്രം, കരുണ തോന്നണേ ദൈവമേ കരം പിടിച്ച് നടത്തണേ. ആ ഒരു പോർഷൻ ആവർത്തിച്ച് പാടുമ്പോൾ കർത്താവിൻ്റെ കരുണയിൽ നിറയ്ക്കുന്ന ഒരു അനുഭവം തോന്നിയിട്ടുണ്ട്. നമുക്കിനി ആ ഗാനത്തിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് വേണ്ടി ആ ഗാനം ഇവിടെ ആലപിക്കാൻ പോകുന്നത് ഫ്രാൻസിയാണ്. ഏകാകിയായൊരാ വേഴാമ്പൽ പോലെ ഞാൻ തെളിനീരു തിരയുന്ന ദാർത്തനാ മറക്കരുതേ നിന്റെ തിരുമുഖം ദൈവമേ, മറക്കരുതേ നിന്റെ തിരുമുഖം ദൈവമേ. എൻ്റെ കണ്ണുനീരിൻ പാനപാത്രം കാണണേ, കരുണ തോന്നണേ ദൈവമേ, കരം പിടിച്ചു നടത്തണേ, കനിവു തോന്നി കടങ്ങളെല്ലാം ഓർക്കേണമേ, കരുണ തോന്നണേ ദൈവമേ, കരം പിടിച്ചു നടത്തണേ, കനിവു തോന്നി കടങ്ങളെല്ലാം ഓർക്കേണമേ. പേരു ചൊല്ലി ശപിക്കുന്ന വൈരികൾ ചുറ്റും നിന്ദനത്താൽ നിരന്തരം ക്രൂശിക്കുമ്പോൾ, പേരു ചൊല്ലി ശപിക്കുന്ന വൈരികൾ ചുറ്റും നിന്ദനത്താൽ നിരന്തരം ക്രൂശിക്കുമ്പോൾ, നിൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നുമൊന്നു നോക്കണേ, നീറുമാത്മനൊമ്പരങ്ങൾ ഏറ്റുവാങ്ങണേ, കരുണ തോന്നണേ ദൈവമേ, കരം പിടിച്ചു നടത്തണേ, കനിവു തോന്നി കടങ്ങളെല്ലാം ഓർക്കേണമേ.
കൊതിച്ചു കാത്തു നിൽക്കുമ്പോ നിഴലു പോലെ നീങ്ങുന്ന ദിനങ്ങൾ നോക്കി ഞാൻ നിന്റെ ദർശനം കൊതിച്ചു കാത്തു നിൽക്കുമ്പോൾ സ്വർഗവാതിൽ തുറന്നൊന്നു നോക്കണേ എൻ ദൈവമേ, നീറുമെൻ്റെ രോദനങ്ങൾ ഏറ്റുവാങ്ങണേ. ഏകാകിയായൊരാ വേഴാമ്പൽ പോലെ ഞാൻ തെളിനീരു തിരയുന്ന ദാർത്തനാ മറയ്ക്കരുതേ നിന്റെ തിരുമുഖം ദൈവമേ, മറയ്ക്കരുതേ നിന്റെ തിരുമുഖം ദൈവമേ. എൻ്റെ കണ്ണുനീരിൻ പാനപാത്രം കാണണേ, കരുണ തോന്നണേ ദൈവമേ, കരം പിടിച്ചു നടത്തണേ, കനിവു തോന്നി കടങ്ങളെല്ലാം പൊറുക്കേണമേ. കരുണ തോന്നണേ ദൈവമേ, കരം പിടിച്ചു നടത്തണേ, കനിവു തോന്നി കടങ്ങളെല്ലാം പൊറുക്കേണമേ. പ്രിയമുള്ളവരെ, നമ്മൾ ഫ്രാൻസിയുടെ സ്വരത്തിൽ അച്ഛൻ്റെ അതിമനോഹരമായ ഒരു ഗസൽ നമ്മൾ കേട്ടു. ശരിക്കും അച്ഛൻ്റെ ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആന്തരികമായ സൗഖ്യവും ആത്മീയമായ ചൈതന്യവും നൽകുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി അടുത്ത പാട്ട് ഏതാണ്? അച്ഛൻ്റെ ആന്തരിക സൗഖ്യത്തിൻ്റെ മേഖലയിൽ അച്ഛൻ എഴുതിയൊരു പാട്ടുണ്ടോ? ഒത്തിരി ആദ്യം എഴുതിയൊരു പാട്ടുകളിലൊന്നാണത്. ആരുമില്ലാതെ എന്ന് പറഞ്ഞ ഗാനം. അതിൽ ഒരു ശിശു അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ വലിയ വ്യക്തിയായ സമയത്ത് വരെ ഉള്ള ആ കടന്നുപോയ അവസ്ഥയെ കൂടെയുള്ള വരികളാണ് ആ ഗാനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അച്ഛൻ. ആ ഗാനത്തിൽ അച്ഛൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, പലപ്പോഴും നമ്മൾ ഈ ലോകത്തിലെ സ്നേഹത്തിന്റെ പുറത്ത് നമ്മളെ പോകും, പക്ഷേ നമ്മുടെ സ്നേഹിതനായിട്ട് കൂട്ടുകാരനായിട്ട് ഈശോ കൂടെയുണ്ട്. പലപ്പോഴും നമ്മളത് മറക്കും. അത് ചിന്തിക്കുന്നില്ലാത്തൊരവസ്ഥയിലാണ് ഇന്നത്തെ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒത്തിരി അർത്ഥവത്തായ ഗാനം. ഈ ഗാനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. തീർച്ചയായിട്ടും. അത് പാടുന്നത് ചേട്ടനല്ലേ? അച്ഛൻ്റെ ആ ഗാനം പാടാൻ ഒരു അവസരം കിട്ടിയതിന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഗാനത്തിലേക്ക് അഭിലാഷേട്ടൻ്റെ സ്വരത്തിലൂടെ നമുക്ക് ഈ ഗാനം ശ്രവിക്കാം. തന്നുദരേ മുറിവേറ്റവൻ ഞാൻ അമ്മി
പ്രിയമുള്ളവരെ, സമയത്തിൻ്റെ പരിമിതി മൂലം ഇന്നത്തെ ഈ ഒരു മന്നയുടെ എപ്പിസോഡിൽ നമ്മൾക്ക് 4 ഗാനങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചുള്ളൂ. ഇനിയും ഒത്തിരിയേറെ ഗാനങ്ങളുണ്ട് ബിനോജ് അച്ഛൻ്റെതായിട്ട് പറയാനാണെങ്കിൽ. തീർച്ചയായിട്ടും അച്ഛൻ ഓരോ ദിവസം ചെല്ലുന്തോറും പുതിയ പുതിയ പാട്ടുകൾ, ആന്തരിക സൗഖ്യവും ഈ ലോകത്തിന് വേണ്ടി പുതിയ പുതിയ സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് പാട്ടുകൾ രചിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ പാട്ടുകൾ എല്ലാം തന്നെ നമുക്ക് തീക്ഷ്ണതയും ആത്മീയതയും നൽകുന്ന ഗാനങ്ങളാണ്. അത് 4 എണ്ണമെങ്കിലും നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ പാടുവാനായിട്ട് സാധിച്ചതിന് ആദ്യമേ തന്നെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇനിയും ഇതുപോലെ ഒത്തിരിയേറെ ഗാനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മീയ ഗാനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവിനോട് ചേർന്ന് നിൽക്കാനായിട്ടൊരു കൃപ ദൈവം നമുക്ക് തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം.